അങ്ങനെ മറ്റു പെൺകുട്ടികളോട് ഇയാൾ ഇതേ രീതിയിൽ ഈ മോഡലുകളോട് ഇതേ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഒത്തിരി എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ അന്ന് ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞില്ല ഒരു ഫ്രണ്ട്, അവളെ ഇതുപോലെ ഞാൻ റൂമിൽ കൊണ്ടുവന്ന് ഞാൻ കണ്ടതാണ്. കൊണ്ടുപോയി വേറൊരു എന്റെ അടുത്ത് എന്നിട്ട് അവൻ പറഞ്ഞു, ബിലാല് പറഞ്ഞു, നീ മോളിൽ ടെറസിൽ പൊക്കോന്ന് പറഞ്ഞു. കാരണം എന്നെ റൂമിൽ നിന്ന് അവൻ ഇറക്കിയിട്ട് ഞാൻ ഓളുടെ അടുത്ത് കാര്യം പറയുന്ന ഓർത്തിട്ട് അവൻ എന്നെ അപ്പം തന്നെ അവിടുന്ന് മാറ്റാൻ ശ്രമിച്ചു. എന്റെ അടുത്ത് പറഞ്ഞു, നീ ടെറസിലൊന്ന് പോകാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായില്ല. അപ്പൊ ഞാൻ ടെറസിൽ പോയപ്പോഴത്തേക്ക് ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കാണുന്നത് ഇവളായിട്ട് റൂമിൽ കയറുന്നതാണ്. അപ്പൊ ഇവളായിട്ട് റൂമിൽ കയറിയപ്പോഴത്തേക്ക് എനിക്ക് കാര്യം ക്ലിക്കായി. ഞാൻ എന്നിട്ട് മറ്റേ ഫോട്ടോഗ്രാഫേഴ്സിന്റെ പുള്ളിയുടെ അടുത്താണ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പം ഇവളുടെ ഫേസ് ഒക്കെ ഭയങ്കര, നമുക്കൊരു അത് കാണുമ്പോൾ മനസ്സിലാവും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അവളുടെ അടുത്തും ഇതുപോലെ ബാഡായിട്ട് ഉണ്ടായിട്ടുമുണ്ട്. അവളെ ശരിക്കും അങ്ങനെ അറിയത്തില്ല, പക്ഷെ ആള് ശ്രമിച്ചിട്ടുണ്ട്. അപ്രോച്ച് ചെയ്യും, നല്ല രീതിക്ക് അപ്രോച്ച് ചെയ്യും ആള്. പിന്നെ കൂടുതലും എന്തെങ്കിലും വേറെ പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും പുള്ളി കൂടുതൽ നമ്മളെ പിടിച്ചു കെട്ടി ചെയ്യാത്തത്. പക്ഷെ മറ്റേ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ, ഓളെ ഇതുപോലെ റൂമിൽ കയറ്റി കിടത്തി വാപൊത്തി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇയാളുടെ പിടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഈ ഫോട്ടോഗ്രാഫർ ഓളെൻ്റെ അടുത്ത് പറഞ്ഞു, ഫോട്ടോഗ്രാഫർ വന്നു ആ ടൈമിൽ. അപ്പൊ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, മോനെ നീ ഇനി ഇവിടെ നിൽക്കണ്ട, ഈ കമ്പനിയിലെ നിൽക്കണ്ട, ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ കമ്പനിയിൽ നിന്ന് കുറെ പെണ്ണുങ്ങൾ ഒരുമിച്ച് ഇറങ്ങുമായിരുന്നു. ഈ ഫോട്ടോഗ്രാഫർ, ഇവള്, അതല്ലാതെ വേറെ കുറച്ച് മോഡൽസ്. സനിക അന്ന് ആദ്യമായിട്ടാണ് അവിടെ പോയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു മോഡലായിട്ട് ഒരു കമ്പനിയിൽ പോകുന്നത്. അത് തജാസിലാണ്. അത് ഫസ്റ്റ് ടൈം ആയിരുന്നു. പിന്നെ പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ പോയിട്ടില്ല. പിന്നെ ആർക്കൊപ്പം വർക്ക് ചെയ്തിട്ടുള്ളേ? ഞാനിപ്പം മീൻസ് കമ്പനീസിനായിട്ട് വർക്ക് ചെയ്ത് മോഡൽസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഷോയ്ക്കായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ ഷോയ്ക്ക് ഞാൻ ഇപ്പൊ ഇറങ്ങാൻ എന്തായാലും തീരുമാനിച്ചത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നല്ല ഇമ്പ്രൂവ് ആയിട്ട് ശേഷം എനിക്ക് ഷോയ്ക്ക് ഇറങ്ങാൻ വേണ്ടി മോഡൽ. ഇനി ഞാൻ ആഗ്രഹം മാറ്റത്തില്ല. ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും, ഇപ്പൊ എത്രയൊക്കെ നമുക്ക് ബാഡ് കമന്റ്സ് എന്തെങ്കിലും എന്ത് വന്നെന്ന് പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യാതെ നമ്മളിതാണ് ഇനിയിപ്പൊ എന്തായാലും എനിക്ക് ഇതേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതിനോട് ഞാൻ പൊരുത്തപ്പെട്ടു പോയി, എന്റെ ആഗ്രഹം ഇതായി പോയി. അപ്പൊ ഞാൻ എന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇതേ ചെയ്യത്തുള്ളൂ. ഇത് തജാസിൽ മാത്രമാണോ ഇതുപോലുള്ള ഒരു സംഭവം ഉള്ളത്, അതോ മറ്റു മോഡലിംഗ് കമ്പനികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മറ്റു മോഡൽ കമ്പനിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ മോഡലാണെന്ന് അറിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ആൾക്കാർ ഓരോ ചിന്താഗതിയുണ്ട്. അവളങ്ങനെ ആണ്, അവളെ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടും, നമ്മുടെ വഴിക്ക് വരും, അങ്ങനെ ഒരു ചിന്തയും അങ്ങനെ ഒരു വർത്താനവും അങ്ങനെ ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. മോഡലിംഗ് ഒരു മോശപ്പെട്ട മേഖലയാണ്? ഒരിക്കലുമല്ല. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നെങ്കിൽ അതിൽ ഒരാളുടെ പിക്ചർ വരുന്നുണ്ട്, അതൊരു മോഡലാണ്. മനസ്സിലായോ? അതൊരു മോഡലാണ്. അപ്പൊ അത് കാണുന്നത് എത്ര ലോകത്തുള്ള എല്ലാവരും കാണുന്നതാണ്. അപ്പൊ അത് ഒരിക്കലും മോഡൽ ഒരിക്കലും മോശമല്ല. അപകടം നമ്മളെ തന്നെ നോക്കുക. നമ്മളെ തന്നെ നോക്കിയില്ലെങ്കിൽ വരുന്ന ഇത് നമുക്കറിയില്ല. കാരണം ബിലാലിനെ പോലുള്ള ആൾക്കാർ കുറെ വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളവരെ എങ്ങനെ നേരിടാൻ? ഇപ്പം സനിക നോ പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പിന്മാറി. പക്ഷെ അവിടെയും ഈ പറയുന്ന കീഴ്പ്പെടുത്താൻ ശ്രമിക്കൂലേ? ചെറിയ കുട്ടികൾ ഉൾപ്പെടെ വരാറില്ലേ മോഡലിംഗ് രംഗത്തേക്ക്? പിന്നെ കുഞ്ഞുകുട്ടി. അപ്പം ഒന്നാമത്തെ കാര്യം, നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ നമ്മുടെ പേരൻസിനെ ആരെങ്കിലും ഒക്കെ കൂട്ടുക, നമ്മുടെ ഫ്രണ്ട്സിനെയോ പേരൻസിനെയോ കൂട്ടുക. പിന്നെന്ന് പറഞ്ഞാല് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നോ പറയാ. അപ്പൊ തന്നെ നമ്മൾ എന്തെങ്കിലും അവർക്കായിട്ട് മീൻസ് കേസ് കൊടുക്കുവോ എന്തെങ്കിലുമൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യണം. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് നിരവധി പെൺകുട്ടികൾക്ക് നേരെ ഈ ബിലാലിന്റെ ഭാഗത്തുനിന്ന് മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തോ ഒരാൾ പോലും പരാതി കൊടുത്തിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അത് പേടിയാണ്. ഇയാളെ പേടിയാണ്. കാരണം ഇയാളെ പേടിയെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു ഇവന്റെ കുറെയൊക്കെ ഇൻസ്റ്റയുടെ നോക്കുമ്പോഴത്തേക്ക് ഹോൾഡ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാരെ അറിയാം. അത് വെച്ച് നോക്കുമ്പോ ഇവൻ എന്തായാലും അഴിയും. പിന്നെ അതല്ലാതെ ഞാൻ മീൻസ് ഫസ്റ്റ് ടൈം ഇറങ്ങുന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെ ഉണ്ടാവും.
പ്രശ്നങ്ങള്. ഫസ്റ്റ് ഞാൻ ആദ്യമേ ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ വീട്ടുകാർക്ക് പറഞ്ഞിട്ടില്ല അത് ഞാൻ മോഡലിംഗ് ഞാൻ ചെയ്യുന്നതെന്ന്. ഞാൻ പഠിക്കാന്നുള്ള രീതിയിൽ തന്നെയാണ് +2 ശേഷമാണ് ഇതിലോട്ട് വരുന്നത് ഞാൻ വരുന്നത്. കഴിഞ്ഞ വർഷം. അതെ അതെ. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി വരുന്നതാണ് കൊച്ചിയില്? ഞാൻ പഠിക്കാൻ എന്ത് വേണ്ടി പഠിക്കാൻ പറ്റിയതാണ്? ഞാൻ അക്കൗണ്ട്സ് പഠിക്കാൻ. ആ സമയത്ത് ആഗ്രഹം കാരണം മോഡലിംഗ് രംഗത്തേക്ക് ഒന്ന് ശ്രമിച്ചു നോക്കി? ഞാനത് കഴിഞ്ഞപ്പോഴത്തേക്ക് പഠിത്തം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വെറുതെ ഇരുന്നു. ഇങ്ങനെ വർക്ക് ചെയ്ത് എനിക്ക് എന്റെ ഇഷ്ടത്തിനല്ല പോകുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ മോഡേൺ ആയിട്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മോഡൽ ഞാൻ കുറെയൊക്കെ പോസ്റ്റ് കുറെ ഐഡിയാസ് ഒക്കെ ഞാൻ കണ്ടു. അപ്പൊ എനിക്കും തോന്നി എനിക്ക് സ്റ്റാർട്ട് ചെയ്ത എന്താ കുഴപ്പമെന്നുള്ള രീതിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. പലരും ഒരു കേസ് ബിലാലിനെതിരെ ബാംഗ്ലൂർ ഒരു കേസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ച കേസാണ്. അങ്ങനെ ആ ഒരു കേസും ഒരു പെൺകുട്ടി മാത്രമാണ് ഇതുവരെയും പരാതി നൽകിയിരിക്കുന്നത്. പക്ഷെ നിരവധി പേർക്ക് ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഇനി ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഇനിയും നടത്തിയിട്ടുണ്ടെങ്കിൽ ഓൻ ഇത് തന്നെ നടത്തും. മീൻസ് കമ്പനി ഇനിയും നിലനിന്നിട്ടുണ്ടെങ്കിൽ ഓൻ ഇത് തന്നെ ചെയ്യത്തുള്ളൂ. കൊച്ചിയിലെ വളരെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു കമ്പനിയാണ്, മോഡലിംഗ് കമ്പനിയാണ്. കാരണം ഇതാണ് അത് അത്രയും അറിയാന്നുണ്ടെങ്കിൽ കാരണം ഇത് തന്നെയാണ്. അവൻ ഇങ്ങനെ ചെയ്യുന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓൾമോസ്റ്റ് എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും അറിയാം, എല്ലാ മോഡൽസിനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും വെളിയിൽ പറയില്ല. ഞാൻ സഹിതം പറയാലോ, എനിക്കും പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു ന്യൂസ് കാണുമ്പോൾ കരിയർ തകരുമെന്ന് ഓർത്താണോ? അങ്ങനെ ഒരു പേടിയുണ്ടോ? അങ്ങനെ നമുക്ക് അല്ലാതെ അവൻ ഫോട്ടോസ് കാര്യങ്ങളൊന്നും നമ്മുടെ ഇല്ല. അല്ല, മറ്റു കുട്ടികളുടെയൊക്കെ ഫോട്ടോ അത് ഉണ്ട്. അത് മേ ബി അവർക്ക് പേടിയാവാം. ഒന്നിച്ചുള്ള ഫോട്ടോ ഒക്കെ മേ ബി ദുരുപയോഗം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം പലരും പരാതിപ്പെടാത്തത്. അതുകൊണ്ടായിരിക്കും. അത്തരം ഒരു അനുഭവം അന്ന് ഇതുപോലുള്ളൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ സനിക അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് പിന്നെ ഇതുപോലെ പിന്നീട് ഭീഷണിപ്പെടുത്താനോ മറ്റും വരാത്തത്. ഇല്ല, ഓന് എന്റെ അടുത്ത് കുറെ ഷൂട്ടിനൊക്കെ ഒത്തിരി വിളിച്ചു. ഞാൻ ലാസ്റ്റ് ബ്ലോക്ക് ചെയ്തു. ഞാൻ ഗ്രൂപ്പിൽ നിന്നും പോയി ഓനെ ഞാൻ ബ്ലോക്ക് ചെയ്ത് എല്ലാം കളഞ്ഞു. എന്നെ കുറെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാ പിന്നെ ഞാൻ അവിടെ പോയിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു അനുഭവം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്കറിയാവുന്ന കുറെ ഫോട്ടോഗ്രാഫേഴ്സും അല്ലാതെയും കുറെ ആൾക്കാർ ഇവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇതുപോലെ നിരവധി പെൺകുട്ടികളൊക്കെ പിന്നെ ഞാൻ പറയുന്നത് മോഡലിംഗ് എന്ന് പറഞ്ഞ് എറണാകുളത്ത് വന്നാൽ തജാസിലേക്ക് പോകരുത്, അല്ലെങ്കിൽ തജാസ് ഇല്ലാതാക്കണം. അത് ഇല്ലാതാക്കണം. അതല്ലാതെ അവന്റെ കയ്യിൽ കുറെ ഫോട്ടോസ്, ഗേൾസിന്റെ ഫോട്ടോസ് ലാപ്പിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിരവധി പെൺകുട്ടികളുടെ അതല്ലാതെ അവൻ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ്, പാട്ടുമായിട്ടുള്ള ഫോട്ടോസ്, അങ്ങനെ കുറെ അതൊക്കെ നശിപ്പിക്കുന്നതായിരിക്കും. കാരണം അതുകൊണ്ടൊക്കെയാണ് ആരും ഒന്നും പ്രതികരിക്കാത്തത്. എല്ലാവർക്കും പേടി തന്നെയാണ്. അങ്ങനെ